അള്ളാഹുവിനെ കരുതി കൊടുക്കുന്ന ചാരിറ്റികളെല്ലാം ആഖിറത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ്. നാം പൊതുവെ നമ്മുടെ കാശ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിന്? ഫ്യൂച്ചറിൽ നമ്മുടെ മക്കൾക്കും മറ്റു ആവശ്യങ്ങൾക്ക് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ടാണല്ലോ. അതുപോലെ നാം നമ്മുടെ ഫ്യൂച്ചർ ലൈഫായ ആഖിറത്തിലേക്കും കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണം. അതുകൊണ്ട് ചാരിറ്റികളെല്ലാം ആഖിറത്തിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതിൻ്റെ പ്രോഫിറ്റ് ഇരട്ടി അള്ളാഹു തരുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ച് ഖുർആനിക ആയത്തുകളും ഹദീസുകളും ഓതുമ്പോൾ ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നാറുണ്ട്. നോക്കൂ, നിങ്ങളുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ, നീ ഒരു ആടെടുത്തിട്ട് അതിൻ്റെ മാംസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ, വല്ലതും കൊടുക്കാതെ വെച്ചിട്ടുണ്ടോ? ആയിഷ ബീവി പറഞ്ഞു, എല്ലാം കൊടുത്ത് ഒരു അല്പഭാഗം മാത്രം ബാക്കിയായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്ത ഉണർത്തി കൊടുക്കുകയാണ്. ആയിഷ, അങ്ങനെയല്ല, എല്ലാം ബാക്കിയായി ഒരല്പഭാഗം മാത്രമേ കൊടുക്കാതെ വെച്ചിട്ടുള്ളൂ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ആഖിറത്തിലേക്ക് കൊടുത്തിരിച്ചതല്ല, അത് നമ്മുടെ ആഖിറത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബാക്കിയായിട്ടുണ്ട്. അത് നഷ്ടത്തിലായിട്ടില്ല,